VC നിയമനവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് സുധാൻഷു ദുലിയ അധ്യക്ഷനായ സമിതി നിയോഗിച്ച് സുപ്രീം കോടതി. കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചാണ് സുപ്രീം കോടതി നടപടി. സെർച്ച് കമ്മിറ്റിയെ ചെയർപേഴ്സൺ രൂപീകരിക്കാമെന്ന് സുപ്രീം കോടതി. വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി. സിബി, ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട നിർണായക നിലപാടാണ് കോടതി സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ച് എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരളത്തെ സംബന്ധിച്ച ഒരു നിർണായകമായ അല്ലെങ്കിൽ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി കോടതി തീരുമാനിക്കുകയും കോടതി ഇപ്പോൾ ജസ്റ്റിസ് സുധാൻഷു ദുലിയ അധ്യക്ഷനായ ഒരു സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. പ്രധാനമായും കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചാണ് ഈ സുപ്രീം കോടതി നടപടി. അതായത് ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു ജഡ്ജിയെ അധ്യക്ഷനായി വെക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുകയായിരുന്നു. ബംഗാളിൽ സമാനമായ രീതിയിൽ ഒരു ജഡ്ജിയാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇത്തരത്തിൽ നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ആ രീതിക്ക് ഒരു തുല്യത പാലിക്കണമെങ്കിൽ ഈ സെർച്ച് കമ്മിറ്റിയിൽ ഒരു ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം UGC നോമിനിയായി 5 അംഗങ്ങളിൽ 2 പേർ ഗവർണറായ ചാൻസലറുടെ നോമിനിയും 2 പേർ സംസ്ഥാന സർക്കാരിന്റെ നോമിനിയാകുമ്പോൾ മൂന്നാമതായി വരുന്ന ഈ UGC നോമിനി ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് തന്നെ ഒരു അംഗമാകാനുള്ള സാധ്യത കണക്കാക്കി സംസ്ഥാനം ഒരു ജഡ്ജിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ ആക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിട്ടയർഡ് ജഡ്ജി കൂടിയായ സുധാൻഷു ദുലിയയെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റി യുദ്ധത്തിൽ അധ്യക്ഷനാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സുധാൻഷു ദുലിയ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. അതിനുവേണ്ടി 2 ആഴ്ചക്കകം ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീർച്ചയായും, അതായത് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗവർണറുടെ ഭാഗത്തുനിന്നും നൽകിയ പട്ടികകൾ പരിഗണിച്ചായിരിക്കും ഈ ചെയർപേഴ്സൺ തീരുമാനങ്ങൾ എടുക്കുക, അല്ലേ? തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഗവർണറുടെ ഭാഗത്തുനിന്നും ഈ 2 ഭാഗത്തുനിന്നുള്ള ആ പട്ടികയിൽ നിന്നും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന ഇനിയിപ്പോൾ സമിതി ചെയർമാനായ ഈ സുധാൻഷു ദുലിയ ആയിരിക്കും. അദ്ദേഹത്തിന് ഈ 2 സർവകലാശാല, അതായത് KTU ഡിജിറ്റൽ, ഈ 2 സർവകലാശാലയിൽ ഒരുമിച്ച് ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ 2 സർവകലാശാലയ്ക്ക് പ്രത്യേകം കമ്മിറ്റിയോ അദ്ദേഹത്തിന്റെ വിവേചനാധികാരം പോലെ അദ്ദേഹത്തിന് രൂപീകരിക്കാം. എന്തായാലും ഈ സർക്കാരിന്റെയും ഗവർണറുടെയും പട്ടികയിൽ നിന്നും 2 പേരെ വീതം ഉൾപ്പെടുത്തും. എത്രയും വേഗം ഈ പ്രതിസന്ധി പരിഹരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ ഈ നടപടികളിലെ പുരോഗതി അറിയിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 5 അംഗ കമ്മിറ്റിയാണ് സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ 2 പേർ ഗവർണർമാർ, ഗവർണർ ചാൻസലറായ ഗവർണർ പറയുന്ന അല്ലെങ്കിൽ അവർ നൽകിയ പട്ടികയിൽ നിന്നും 2 പേർ സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നും, പിന്നീട് UGC നോമിനിയാണ് വരേണ്ടത്. പക്ഷെ അവിടെ സംസ്ഥാനം ആവശ്യപ്പെട്ടത് UGC നോമിനി എഴുതുന്നതും സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഗവർണർ അതിന്റെ നോമിനി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഭൂരിപക്ഷം അത്തരത്തിൽ ആ ഒരു രീതിക്ക് വരുന്ന സാഹചര്യമാണ് ഒരു ജഡ്ജിയെ തന്നെ ചെയർപേഴ്സൺ ആക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അത് ബംഗാൾ മോഡൽ അങ്ങനെ തന്നെയായിരുന്നു. ആ ബംഗാൾ മോഡൽ ഇവിടെയും നടപ്പാക്കുന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ അധ്യക്ഷനായി ജസ്റ്റിസ് സുധാൻഷു ദുലിയെ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി നിയോഗിച്ചുകൊണ്ട് സെർച്ച് കമ്മിറ്റി ഇനിയിപ്പോൾ ഈ സുധാൻഷു ദുലിയായിരിക്കും രൂപീകരിക്കുക. അത് 2 ആഴ്ചക്കുള്ളിൽ കമ്മിറ്റി രൂപീകരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ നടപടികളിലെ പുരോഗതി അറിയിക്കുകയും വേണം. ശരി സിബി, VC നിയമനവുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടൽ, സംസ്ഥാനത്തിന്റെ കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇതിന്റെ വിശദാംശങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.